സാറേ, ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ഇന്നുമായിട്ട് തിരുവനന്തപുരത്ത് ശ്രീലേഖ IPS, റിട്ടയർഡ് IPS ശ്രീലേഖയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേൾക്കുന്ന ഒരു വാർത്തയാണ്. ഏതായാലും ശ്രീലേഖ IPSനെ സംബന്ധിച്ച് അവരുടെ ഔദ്യോഗിക ജീവിതത്തിലുണ്ടായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ആരും പറയാത്ത കാര്യങ്ങൾ താങ്കളാണ് പുറത്തു കൊണ്ടുവന്നത്. ഏതായാലും അവരിപ്പോഴും ഒരു ഉദ്യോഗസ്ഥയാണ്, പോലീസുകാരിയാണ്, അല്ലെങ്കിൽ പോലീസ് ഓഫീസറാണ് എന്നൊരു ധാർഷ്ട്യമാണോ കൗൺസിലറായിട്ടും അവർ കാണിക്കുന്നത്? അവർക്ക് മേയറാകത്തതിൻ്റെ ചുരുക്ക് വല്ലയിടത്തുമൊക്കെ തീർക്കുകയാണോ? അവരുടെ പാർട്ടിക്കകത്തുണ്ടായിരിക്കുന്ന വിഷയമാണ്, അത് നമുക്കുള്ള വിഷയമല്ല, പൊതുജനത്തിൻ്റെ വിഷയമല്ല. സാർ, എന്തായാലും ഈ വീഡിയോ ഒന്ന് കാണണം. അപ്പോൾ കൗൺസിലറുടെ ഓഫീസിന് ചില സൗകര്യക്കുറവുണ്ട്, അതുകൊണ്ട് MLA യുടെ ഓഫീസ് ഇവിടെ എടുക്കേണ്ടതുണ്ട്, അതുകൊണ്ട് മാറണം എന്നുള്ളത് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ 7 വർഷമായിട്ട് അവിടെ ഓഫീസ് പ്രവർത്തിക്കുകയാണ്. ഈ നഗരസഭയുടെ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ ഒരു ഭാഗം MLAയും ഒരു ഭാഗം കൗൺസിലറുമായിട്ട് നേരത്തെ BJPയുടെ കൗൺസിലർ ആയിരുന്നു ശ്രീ മധുസൂദനൻ നായർ. അദ്ദേഹവും 5 കൊല്ലം ആ ഓഫീസാണ് ഉപയോഗിച്ചത്. അതിന് മുമ്പിരുന്ന കൗൺസിലർമാരും അവിടെ തന്നെയാണ് ഉപയോഗിച്ചത്. ഞാൻ നേരത്തെ മേയറായി പ്രവർത്തിക്കുന്ന സമയത്താണ് ഈ വാർഡ് കേന്ദ്രങ്ങൾ അനുവദിക്കാൻ തീരുമാനിക്കുന്നത്. എല്ലാ കൗൺസിലർമാർക്കും 100 കൗൺസിലർമാർക്കും നഗരസഭയുടെ കെട്ടിടം ഉണ്ടെങ്കിൽ അവിടെ, ഇല്ലെങ്കിൽ വാടകയ്ക്ക് ഒരു കെട്ടിടം എടുത്ത് വാർഡ് കമ്മിറ്റി ഓഫീസുകൾ പ്രവർത്തിപ്പിക്കാനുള്ള ഉത്തരവിടുന്നത് അന്നാണ്. അപ്പോൾ ഞങ്ങൾ MLA ആയ സമയത്താണ് കോർപ്പറേഷൻ കൗൺസിലിന് അപേക്ഷ കൊടുത്തു. അവർ തീരുമാനിച്ചു, വാടക നിശ്ചയിച്ചു. ആ വാടക ഒടുക്കി ഞങ്ങളവിടെ പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ അത് ഒഴിയാൻ പറയാൻ നിയമപരമായ കാര്യങ്ങളുണ്ട്. ഈ തീരുമാനിച്ച കൗൺസിൽ അത് റദ്ദാക്കി നഗരസഭാ സെക്രട്ടറി ഞങ്ങൾക്ക് നോട്ടീസ് നൽകുമ്പോഴാണ് എന്റെ നടപടിക്രമമാവുക. ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് എന്താ? കൗൺസിലർ വിളിച്ച് MLA യോട് ഒഴിയാൻ ആവശ്യപ്പെടുകയാണ്. ഇത് എവിടെ തന്നെയായവ? അപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കിട്ടുമ്പോൾ ബന്ധപ്പെട്ടവരെ വിളിച്ചു വരുത്തി ആവശ്യപ്പെടുന്നത് പോലെ ഒരു നിലപാടായി പോയി എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതൊരു ശരിയായ രീതിയല്ല. ഇവിടെ MLA മാരും മറ്റ് ജനപ്രതിനിധികളും പ്രതിപക്ഷ കക്ഷികളും എല്ലാം ഉണ്ട്. അവർക്കെല്ലാം പ്രവർത്തിക്കാൻ അധികാരവും അവകാശവുമുണ്ട്. അത് നിലനിൽക്കെ ഈ നിലയിൽ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നടക്കുന്നത് പോലെയുള്ള ബുൾഡോസർ രാജ് പോലുള്ള കാര്യങ്ങളുടെ വേറൊരു മാതൃക കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇനി സാർ പറയണം. അതായത് ഈ വീഡിയോ കാണുന്നും വേണ്ട, ഈ ശ്രീലേഖ IPSനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. മുഖംമൂടി അണിഞ്ഞ രാക്ഷസിയാണ് ഈ ശ്രീലേഖ IPS എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം കവിയൂരിലെ നാരായണ നമ്പൂതിരിയും 5 അംഗ കുടുംബവും കൊലപ്പെടുത്തിയിട്ട് അതിൽ 15 വയസ്സുള്ള നാരായണ നമ്പൂതിരിയുടെ മകളെ, പ്രായപൂർത്തിയാകാത്ത മകളെ, സുന്ദരി നർത്തകിയ മകളെ കുറേ CPMൻ്റെ കാപാലികർ ബലാത്സംഗം ചെയ്യുകയും അവസാനം അത് പുറത്തു വരുന്നത് കണ്ടപ്പോൾ ചില പോലീസ് ഓഫീസർമാരടക്കം നിന്നുകൊണ്ട് കൊലപ്പെടുത്തുകയും ചെയ്തിട്ട് അത് ആത്മഹത്യയായി ചിത്രീകരിക്കുക മാത്രമല്ല, അതിലേറ്റവും പ്രധാനപ്പെട്ട തെളിവായ ഈ കുട്ടിയുടെ രഹസ്യഭാഗത്ത് നിന്ന് കിട്ടിയ ശുക്ലവും ശുക്ലസ്രാവവും DNA ടെസ്റ്റിന് അയച്ചിട്ടും അത് ടെസ്റ്റ് നടത്തിക്കാതെ അട്ടിമറിച്ച ഒരാളാണ്. അങ്ങനെ ടെസ്റ്റ് നടത്തി പുറത്തു വന്നിരുന്നെങ്കിൽ അതിൽ യഥാർത്ഥ പ്രതിയായ CPM നേതാവിൻ്റെ മകനോ കുടുങ്ങുമായിരുന്നു. അതുവഴി തെളിയിക്കുമായിരുന്നു. വെറും ഒരു മാസം കൊണ്ട് തെളിയിക്കാവുന്നൊരു സംഭവം ഇപ്പോൾ 2004 സെപ്റ്റംബർ 27 നടന്ന സംഭവം 21 വർഷം കഴിഞ്ഞിട്ട് തെളിയാത്തതിൻ്റെ കാരണം, അട്ടിമറിച്ചതിന് കാരണം ഈ ശ്രീലേഖ IPS ആണ്. അവരുടെ രക്തത്തിൽ തന്നെ അലിഞ്ഞു കിടക്കുന്നതാണ് ഡിക്റ്റേറ്റർഷിപ്പ്. അവർ DGP ആയിരിക്കുമ്പോൾ പോലീസുകാരെ കൊണ്ട് വീട്ടുവേല ചെയ്യിക്കുകയും സാധനങ്ങൾ മേടിപ്പിക്കുകയും വീട്ടിലേക്കുള്ള കാര്യങ്ങൾ നടത്തിക്കുകയും ചെയ്തിട്ടുള്ള പരിചയമാണ് അവർക്കുള്ളത്. അതുപോലെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് അവർ ജനപ്രതിനിധിയാണെന്ന് ഓർമ്മിക്കാതെ മുമ്പത്തെ DGP എന്ന ആ രൗദ്രഭാവം മനസ്സിൽ വെച്ചുകൊണ്ട് ഡിക്റ്റേറ്റർഷിപ്പിലെ പോലെ പോലീസിൽ എങ്ങനെയാണ് അവർ സാധാരണ അവിടെയുള്ള പോലീസുകാരോട് പെരുമാറിയിരുന്നത്, ആ ധിക്കാരമാണ് അവിടുത്തെ ഒരു MLA യോട് കാണിക്കുന്നത്. ഒരു MLA യുടെ കീഴിലാണ് കൗൺസിലർ എന്നുള്ള കാര്യം അവർ മറന്നുപോയി. അവർ BJPയിൽ മേയർ സ്ഥാനം കിട്ടാത്തത് കൊണ്ട് മേയറാണെന്ന് പറഞ്ഞ് അവരെ എല്ലാം ധരിപ്പിച്ച് അവസാനം എത്തിയപ്പോൾ അവരുടെ യഥാർത്ഥ മുഖം ക്രൈം പുറത്തുവിട്ടോട് കൂടിയിട്ട് അവരെ മേയർ സ്ഥാനം തെറിച്ചു. കാരണം അവിടുത്തെ ജനപ്രതിനിധികളെല്ലാം തന്നെ ഒരൊറ്റ ആളെ സപ്പോർട്ട് അവർക്കില്ല. 50 പേരിൽ 45 പേരും രാജേഷിന് സപ്പോർട്ട് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വെറും 5 പേരാണ് വേണമെങ്കിൽ ശ്രീലേഖ IPS ആവാം. ആ 5 പേര് ഇവരെക്കുറിച്ച് ശരിക്കും പഠിക്കാത്തത് കൊണ്ടാണ്. അങ്ങനെയാണ്. അതായത് ജനാധിപത്യ രാജ്യത്ത് എന്തൊക്കെ പറഞ്ഞാലും പരസ്പര ബഹുമാനം വേണം. അവർ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടുത്തെ മുഖ്യമന്ത്രിയല്ല അവർ, അല്ല ആഭ്യന്തരമന്ത്രിയല്ല, അവിടുത്തെ DGP അല്ല, അവർ വെറും ജനങ്ങളുടെ പ്രതിനിധിയാണ്. ശാസ്ത്രമംഗലം എന്ന് പറയുന്ന ആ ഒരു വട്ടത്തിലെ മാത്രം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ അധികാരം അവർക്കില്ല. ഓൺലി ശാസ്തമംഗലത്തിൻ്റെ പ്രതിനിധീകരിക്കുന്ന ഒരാൾക്ക് ഒരു ചെറിയ സൗകര്യം മതി അവിടെ വന്നിരിക്കാൻ. അവർ വലിയ DGP ഓഫീസിൽ ഇരുന്ന് AC റൂമിലിരുന്ന്
സുഖ സൗകര്യങ്ങളോടുകൂടി ഓർഡർ ചെയ്തിട്ടുള്ള ആ പരിചയം വെച്ചിട്ട് ഇവിടെ വന്നിട്ട് അത് പോരാ, ഇനി MLA ഓഫീസ് എനിക്ക് ഇപ്പം തന്നെ വിട്ടു തരണം എന്ന് പറയാൻ ഇവരാരാ? ഏത് കൊമ്പത്തെ രാജ്ഞിയോ? അത് മനസ്സിൽ കരുതിയാൽ മതി. അവർക്കൊന്നും ഇനി പഴയ മാതിരി ആ DGP എന്നുള്ള ലെവലിലുള്ള സംസാരമല്ല വേണ്ടത്. ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരാളാണ്. ഇപ്പം ജനങ്ങളോട് ഉത്തരവാദിത്തമുണ്ട്. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിപക്ഷമുണ്ട് അവിടെ. ആ പ്രതിപക്ഷവും ഭരണപക്ഷവും ചേരുമേ ജനങ്ങളാവുള്ളൂ. അവർ ജനങ്ങളുടെ പ്രതിനിധിയാണ്, വെറും BJPയുടെ പ്രതിനിധിയല്ല. അപ്പോൾ ആ ജനങ്ങളുടെ പ്രതിനിധിയായ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും CPM BJPയുടെ എല്ലാം മൊത്തം ആളാണ്. ആ മൊത്തം ആളാകുമ്പോൾ ഇവിടുത്തെ നിയമങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് പറ്റുമെങ്കിൽ മാത്രമേ ആ സ്ഥാനത്ത് ഇരുന്നിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന പോലെ അവർ മേയറാക്കിയിരുന്ന എന്താകുമായിരുന്നു? തിരുവനന്തപുരം കുട്ടിച്ചോറാക്കായിരുന്നു. അവർക്ക് നിയമങ്ങളൊന്നും ബാധകമല്ല. ഇതേപോലെ അവർക്ക് തോന്നിയ പ്രകാരം നിയമങ്ങൾ നോക്കാതെ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കാതെ അപ്പം എന്ത് ചെയ്യും? അവരാരെ വേണമെങ്കിൽ ഒഴിപ്പിക്കും, ആരെ വേണമെങ്കിൽ കൊല്ലും, വെടിവെച്ച് കൊല്ലവർ. അങ്ങനെ ഇങ്ങനെയൊക്കെ. അതായത് അവരുടെ മനസ്സ് ഒരു ഏകാധിപതിയുടെ സ്വരൂപമാണ്. അവർ കാട്ടിക്കൂട്ടുന്നതെല്ലാം അതാണ്. എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ എന്തൊക്കെയാ പറയുന്നത്? അവർ നമ്മൾ നേരത്തെ ദിലീപിനെ ജയിലിൽ പോയി കണ്ടപ്പോൾ അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ഭക്ഷണം വീട്ടിൽ നിന്ന് വരുത്തിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ നിയമമില്ല. ജയിലിലെ ഭക്ഷണം കഴിക്കണം, അല്ലാതെ പുറത്തുനിന്ന് ഭക്ഷണം കൊണ്ടുവരാൻ പാടില്ല. അപ്പം മുതൽ തന്നെ ഇത്തരത്തിലുള്ള ധിക്കാരപരവും ഏകാധിപത്യവുമായ സ്വയം തീരുമാനമെടുക്കുക, നിയമങ്ങളൊന്നും അവർക്ക് ബാധകമല്ല എന്നാണ് അവർ കരുതുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെങ്കിൽ പോലും നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സാർ, ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നത് സാർ, അതായത് ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് കോർപ്പറേഷൻ ഒരു ബിൽഡിംഗാണ്. ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. ഈ പറയുന്ന ബിൽഡിങ്ങിൽ MLAയുടെ ഓഫീസിൽ ഞാൻ എൻ്റെ പല കാര്യങ്ങൾക്കും എൻ്റെ വീട്ടിലെ സംബന്ധമായ കാര്യങ്ങൾക്ക് ഞാൻ കാണാൻ പോയിട്ടുണ്ട്. ഇത് കോർപ്പറേഷനുമായി ഉണ്ടാക്കിയൊരു ഉടമ്പടി പ്രകാരമാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് മുൻ കൗൺസിലർ മധുസൂദനൻ നായർ, അതും BJPയുടെ ഒരാളാണ്. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഇവർക്ക് രാഷ്ട്രീയം എന്തെന്ന് എങ്ങനെയെന്ന് അറിയില്ല, ഒരു ജനപ്രതിനിധി എങ്ങനെ പെരുമാറണമെന്ന് ഇവർക്കറിയില്ല. മധുസൂദനൻ നായർ ഇന്ന് വന്ന് ഇവർ കാണിച്ച ഈ മണ്ടത്തരത്തിന് ക്ലാരിഫൈ ചെയ്യുന്നത് നമ്മൾ മറ്റു ചാനലിലൂടെ ഇപ്പം കണ്ടതേ ഉള്ളൂ. ക്ലാരിഫിക്കേഷൻ നമ്മൾ മനസ്സിലാക്കേണ്ട. VK പ്രശാന്ത് എന്ന് പറയുന്ന നല്ലൊരു MLA ആണ്. അവിടുത്തെ MLA മുൻ മേയറാണ് അദ്ദേഹം. കോർപ്പറേഷൻ കാര്യങ്ങൾ അറിയാവുന്നൊരു മേയറാണ്. മേയറാണ്. മാത്രമല്ല അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയിലെ പിണറായി വിസത്തിനൊന്നും ബാധകമല്ലാത്ത വട്ടിയൂർക്കാവിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ച, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് ജനങ്ങളോടൊപ്പം നിന്ന എല്ലാ പാർട്ടിക്കാരും ഒരേ പല ബഹുമാനിക്കും. നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഒരാളാണ്. CPM-കാർ ആരെ പോലെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഈ പ്രശാന്തിനെ പോലെ ആയിരിക്കണം. ഈ പ്രശാന്ത് അവിടുത്തെ കോൺഗ്രസ് CPM-ന്റെ വോട്ട് കൊണ്ട് മാത്രമാണോ ഇത്ര ഭൂരിപക്ഷം കിട്ടിയത്? എല്ലാവരുടെയും വോട്ട് കിട്ടിയിട്ടുണ്ട്. ആ വോട്ട് കിട്ടാൻ കാരണം അദ്ദേഹം ജനങ്ങളോട് പെരുമാറുന്ന രീതി, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച രീതി. അദ്ദേഹം കോർപ്പറേഷൻ മേയർ ആയിരിക്കുന്ന സമയത്ത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ സുവർണകാലമായിരുന്നു. അതുകൊണ്ടാണ് ഈ ആര്യ രാജേന്ദ്രനൊക്കെ അങ്ങനെ കയറിക്കൂടി മേയറാവാൻ കഴിഞ്ഞത്. ഈ ആര്യ രാജേന്ദ്രൻ വന്നുകൊണ്ടാണ് BJPക്ക് അവിടെ കയറാനും പറ്റിയത്. തീർച്ചയായിട്ടും ഈ ആര്യ രാജേന്ദ്രനെ പോലെ ഒരു വിവരം കെട്ട, ഒരു പക്വതയില്ലാത്ത, എന്ത് വൃത്തികേടും കാട്ടി നിൽക്കുന്ന, ആരോടും ധിക്കാരപരമായി പെരുമാറുന്ന ഒരു ആള് വന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ശാസ്തമംഗലത്ത് നിന്ന് ഇവരൊക്കെ ജയിക്കാൻ കാരണം. അല്ലെങ്കിൽ നല്ലൊരു ഭരണം കാഴ്ചവെച്ചിരുന്നെങ്കിൽ അവിടെ ആര് ജയിക്കുമായിരുന്നു? CPM ജയിച്ചു പോകുമായിരുന്നു. ഇപ്പൊ ഈ ആര്യ രാജേന്ദ്രനാണ് ഇവർക്കാണ്. അതിന് എന്താ കാരണം? അവരുടെ ധിക്കാരും അഹങ്കാരാണ്. പ്രശാന്തൻ എല്ലാവർക്കും എല്ലാവരുടെ സഹോദരനെ പോലെ, എല്ലാവരുടെ സുഹൃത്തായി, എല്ലാവരുടെ മകനായി ഇട്ടൊക്കെ പ്രവർത്തിച്ച ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ രാഷ്ട്രീയം നോക്കാതെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും. തീർച്ചയായിട്ടും. ഇപ്പോൾ എന്നാല് ആര്യ രാജേന്ദ്രൻ അങ്ങനെയാണ് കണ്ട്. ആര്യ രാജേന്ദ്രന്റെ മറ്റൊരു പതിപ്പാണ് ഈ പറയുന്ന ശ്രീലേഖ. സാർ, ഒരു കാര്യം കൂടെ ഇതിൽ നമുക്ക് പറയണ്ട സാർ. ഇതിൽ ശ്രീലേഖ ഇപ്പോൾ സെൽഫ് ഗോൾ അടിച്ചിരിക്കുകയാണ്. കാര്യം അവരെ മേയറാക്കിയില്ലെങ്കിൽ വട്ടിയൂർക്കാവ് മത്സരിപ്പിക്കാമെന്ന് BJPക്കാർ വാക്ക് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ സെൽഫ് ഗോളാണ് ഇവർ വാങ്ങിയിരിക്കുന്നത്. ഇവരൊരു ജനപ്രതിനിധിയെ, അതായത് പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു കൗൺസിലർ എവിടെ നിൽക്കുന്നു, ഒരു MLA എവിടെ നിൽക്കുന്നു, പറയുന്ന ഫോണിൽ വിളിച്ചിട്ട് ഓർഡർ ഇടുന്ന പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പ്രശാന്ത് പറഞ്ഞിരിക്കുന്നത് ഞാൻ വളരെ മാന്യതയോടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഒരു ഓർഡർ ഉണ്ടാക്കിയിട്ടുണ്ട്, ആ ഓർഡർ പ്രകാരം മാർച്ച് വരെയാണ്, എനിക്ക് ബലപ്പെടുത്തമില്ല, വേണമെങ്കിൽ ഞാൻ മാറിത്തരാം എന്നൂടെ പറഞ്ഞു. അപ്പോൾ ഇവിടെ മത്സരിക്കുന്നതിന് മുമ്പ്, MLA ആവാൻ മത്സരിക്കുന്നതിന് മുമ്പ് ഈ സ്ത്രീ ഇങ്ങനെ പെരുമാറുകയാണെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. ഇവര് മേയറായിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? കുട്ടിച്ചോറാക്കിയായിരുന്നു തിരുവനന്തപുരം. അവർക്ക് നിയമങ്ങളൊന്നും ഇല്ല. ആരെ പിടിച്ചാൽ വേണമെങ്കിൽ പോലീസുമാരെ അടിക്കാൻ പറഞ്ഞ് അവിടെയുള്ള ആൾക്കാരെ കൊണ്ട് അടിപ്പിക്കുമായിരുന്നു. പോലീസൊന്നും വേണ്ട അവർക്ക്. പോലീസും, അതായത് അവരുടെ മനസ്സിൽ പോലീസാണ്. ഒരു പോലീസ് DGP ആണ്. ആ DGP ലെവലിൽ നിന്ന് എന്നാണ് അവർ താഴേക്ക് ഇറങ്ങി സാധാരണക്കാരായി മാറുന്നത്, അന്നേ അവർ
പിന്നെ അല്ല, ഒരു ജനപ്രതിനിധിയാണ്, ഡൗൺ ടു എർത്ത് ആയിരിക്കണ്ടേ. അവർ മുഖംമൂടി അണിഞ്ഞ രാക്ഷസി എന്ന് പറയുന്ന ആ മനോഭാവമാണ് അവർക്കുള്ളത്. ആ മുഖംമൂടി അണിഞ്ഞ രാക്ഷസിയായ ശ്രീലേഖയ്ക്ക് ഇങ്ങനെ പെരുമാറാൻ പറ്റുള്ളൂ, അതിലപ്പുറത്തെ ഒരു പെരുമാറ്റം കാണാൻ പറ്റില്ല. ഇത് ഞാൻ നേരത്തെ പഠിച്ചു വെച്ചോണ്ടാണല്ലോ, നമ്മൾ പ്രതീക്ഷിക്കാൻ വേണ്ട. ഞാൻ നേരത്തെ പഠിച്ചു വെച്ചതുകൊണ്ടാണല്ലോ അവരെ കുറിച്ച് പറഞ്ഞത്. അവർ ആരെങ്കിലും ചെയ്യോ? സ്വന്തം ഒരു 16 വയസ്സുള്ള ഒരു സ്വന്തം മകളെ പോലുള്ള ഒരു പെൺകുട്ടിയെ ബ്രൂട്ടലി റേപ്പ് ചെയ്തിട്ട് അവരെ രക്ഷിച്ച ഒരു പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ അവരുടെ രഹസ്യഭാഗത്ത് നിന്ന് കിട്ടിയ ആ ശുക്ലസ്രാവവും ടെസ്റ്റ് നടത്തി ക്ലിയർ ആയിരുന്നെങ്കിൽ ആരാണ് ബലാത്സംഗം ചെയ്തതെന്ന് ഇവരെ കൊന്നതാരാന്ന് കണ്ടുപിടിക്കാമായിരുന്നില്ലേ? അത് അട്ടിമറിച്ച ഘാതകിയാണ് ഈ പിന്നെ ശ്രീലേഖ IPS. ഏതായാലും സാർ, അവസാനമായി ഇവർ കാണിച്ചത് തെറ്റ് തന്നെയാണ് എന്ന് തന്നെയാണോ താങ്കൾക്ക് പറയാനുള്ളത്? അല്ല, അവർ തെറ്റ് തന്നെ എന്ന് മാത്രമല്ല, ജനാധിപത്യത്തിൽ കാണിക്കാൻ പാടില്ലാത്ത വളരെ വൃത്തികെട്ട സമീപനമാണ്. എന്ത് തെമ്മാടത്തിലും വടക്കേ ഇന്ത്യയിലൊക്കെയാണ് ഇങ്ങനെ ഗുണ്ടായിസം കാണിക്കാറ്. ഈ കേരളത്തിൽ വന്ന് ആ ഗുണ്ടായിസം കാണിച്ചാൽ ഇന്നലെ അവർക്ക് വോട്ട് ചെയ്ത BJP-കാർ അനുവദിക്കുമോ, അംഗീകരിക്കുമോ? എന്തായാലും BJP പുലിവാല് പിടിച്ചിരിക്കുക അല്ലേ സാർ? തിരുവനന്തപുരത്ത് പുലിവാല് പിടിച്ചിരിക്കാൻ സത്യത്തിൽ ഏത് കാലത്താണ് അങ്ങനത്തെ ഒരു സംഭവത്തെ ഇറക്കിയത് എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു ആളെ ഇറക്കിയത് വഴി BJP-ക്ക് ഇപ്പോൾ കിട്ടിയ ഭരണത്തിന് ആദ്യത്തെ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്.